വിജയ് പോലെ ഇത്രയധികം ഫാൻ ബേസുള്ള ഒരാളെ സമീപിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മോശം സമയത്ത് അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ ശ്രമിക്കുക, കൈ കൊടുത്തിട്ടില്ല പക്ഷേ കൈ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ BJP നടത്തുന്ന വലിയ തന്ത്രങ്ങൾ തന്നെയാണ്. തന്നെ BJPയുടെ ശ്രമങ്ങൾ തുടരും. പക്ഷേ ഇത് എങ്ങനെയായിരിക്കും വിജയ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു അവസരത്തിൽ വിജയ് ഇതിനെതിരായിട്ട് പറയില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കളെ ആവശ്യമാണ്. ചന്ദ്രകാന്ത്, BJP ശക്തമായ നീക്കമാണ് ഈ അവസരം മുതലെടുക്കാൻ നടത്തിയിട്ടുള്ളത്. അമിത്ഷായുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന നേതാക്കൾ വിജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നേരിൽ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പോലും ശക്തമായ സർവൈലൻസ്, സംസ്ഥാന സർക്കാരിൻ്റെ സർവൈലൻസ് മൂലം നേരിട്ടുള്ള കൂടിക്കാഴ്ച സാധ്യമായിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വിജയിയുടെ ഈ സാധ്യത ഒരു തരത്തിലും BJP പ്രയോജനപ്പെടുത്തരുത് എന്ന നിശ്ചയം DMKയ്ക്കുണ്ട്. അതിനുള്ള സാധ്യതകളെല്ലാം അവർ ഇല്ലാതാക്കുകയാണ്. BJPയെ സംബന്ധിച്ച് അവരെ ശക്തമായി എതിർത്തുകൊണ്ടാണ് വിജയ് വന്നതെങ്കിൽ പോലും വിജയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് BJPയുടെ ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഒപ്പം നിർത്താനായാൽ അവർക്ക് വലിയ മെച്ചമുണ്ടാകുമെന്ന ഉദ്ധാരണയുമുണ്ട്. അപ്പോൾ ഈ 9 ദിവസം തൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ഏതെങ്കിലും നിർണായ തീരുമാനങ്ങളോ ടേണിംഗ് പോയിന്റോ വിജയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ട്. BJPയുടെ ഒറ്റയ്ക്കല്ല എന്ന ശക്തമായ സന്ദേശം കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു മാറിച്ചിന്ത വിജയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകുമോ? സൗത്ത് ഇന്ത്യയിൽ ഏതൊരു നടപടിയും, ഒരു സീറ്റ് കിട്ടുന്നത് പോലും BJPക്ക് വലിയ കാര്യമാണ്. കാരണം കേരളത്തിൽ BJPക്ക് സീറ്റില്ല, തമിഴ്നാട്ടിൽ 4 സീറ്റാണുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എവിടെ ഒരു സീറ്റ് കിട്ടുന്നതും അവർക്ക് വലിയ നേട്ടം തന്നെയാണ്. വിജയ് പോലെ ഇത്രയധികം ഫാൻ ബേസുള്ള ഒരാളെ സമീപിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മോശം സമയത്ത് അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ ശ്രമിക്കുക, കൈ കൊടുത്തിട്ടില്ല പക്ഷേ കൈ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ BJP നടത്തുന്ന വലിയ തന്ത്രങ്ങൾ തന്നെയാണ്. അതിപ്പോൾ നിർമ്മലാ സീതാരാമനെ പോലെ ഒരു മന്ത്രി അവിടെ വരുന്നു, അവിടുത്തെ ഈ ദുരന്ത മുഖത്ത് വന്നിട്ട് അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ കാണാൻ ശ്രമിക്കുന്നു. ഇതിന് സ്റ്റാലിൻ പോലും പറഞ്ഞിട്ടുണ്ട്, മുൻപ് ദുരന്തങ്ങളുണ്ടായപ്പോൾ ഇവരാരും വന്നിട്ടില്ലല്ലോ, ഇതൊരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് പറയുന്നു. ആദ്യം തന്നെ അണ്ണാമല ദുരന്തത്തിന് ശേഷം തന്നെ ആദ്യം തന്നെ ഈ വിജയെ ഇത്തരമൊരു വലിയൊരു കുറ്റപ്പെടുത്തലിന് പോകുന്നില്ല. സംസ്ഥാന സർക്കാരിലേക്കാണ് അണ്ണാമലെ അവിടുത്തെ BJPയുടെ മുൻ പ്രസിഡന്റ് ഒരു കുറ്റം ആരോപിച്ചത്. ഇതൊക്കെ തന്നെ BJPയുടെ ശ്രമങ്ങൾ തുടരും. പക്ഷേ ഇത് എങ്ങനെയായിരിക്കും വിജയ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു അവസരത്തിൽ വിജയ് ഇതിനെതിരായിട്ട് പറയില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കളെ ആവശ്യമാണ്. മാത്രവുമല്ല, ഇത്ര വലിയൊരു സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷി ഇങ്ങോട്ട് കാണിക്കുന്ന ഒരു സൗഹാർദ്ദത്തിന് അപ്പുറത്തേക്ക് അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലല്ല ഇപ്പോൾ വിജയുടെ അവസ്ഥ. അതുകൊണ്ട് വിജയ് അതിനെ വളരെ ഗൗരവമായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിനെ സജീവമായിട്ട് തന്നെ നിലനിർത്തിയാൽ പോലും ഇതിൻ്റെ ഒരു ഇലക്ഷൻ പോലെയുള്ള, വോട്ടെടുപ്പ് പോലെയുള്ള സമയത്തേക്ക് വരുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ വിജയ്ക്ക് ഇവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം വിജയ്ക്ക് കിട്ടാൻ പോകുന്ന വോട്ടിനെ പറ്റി വിജയ് ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ DMKയ്ക്കും BJPക്കും എതിരായിട്ടുള്ള ഒരു കക്ഷിയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. AIADMKയിൽ നിന്ന് വോട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മധുരയിൽ നടന്ന ചടങ്ങിലൊക്കെ അദ്ദേഹം പറഞ്ഞത്, AIADMKയ്ക്ക് നാഥനില്ലാതിരിക്കുന്നു, അത് ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വരുന്ന BJPയെ തട്ടിക്കളയുക എന്നുള്ളതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളുമായിട്ട് ഇപ്പോൾ ചേർന്ന് പോകുമായിരിക്കാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് പോകാൻ തക്കവണ്ണം BJPയുമായിട്ടുള്ള ബന്ധം ദൃഢമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ ഫക്രുദ്ദീൻ അലി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഒരു രാഷ്ട്രീയ സഖ്യത്തിന് ഉള്ള സാധ്യതകൾ അത് അനിവാര്യമായ ഒരിടത്തും BJP പാഴാക്കിയിട്ടില്ല എന്നത് നമുക്ക് അറിയാവുന്നതാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് BJPക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ചിലപ്പോൾ അത് കൈയെത്തിപ്പിടിക്കും എന്ന് തോന്നിയ ഘട്ടങ്ങളുണ്ട്. പക്ഷേ തമിഴ് രാഷ്ട്രീയം, തമിഴ് ജനത, അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അങ്ങനെ വേരൂന്നാൻ BJP സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അവിടെ BJPയെയും DMKയും ഒരുപോലെ എതിർത്തുകൊണ്ടാണ് വിജയ് രംഗപ്രവേശനം ചെയ്തിരുന്നത്. പക്ഷേ വിജയ്ക്ക് അപ്രതീക്ഷിതമായി വലിയൊരു തിരിച്ചടി നേരിടുന്നു. BJP ഇതിനോടകം നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് വിജയയെ ഒപ്പം നിർത്തുന്നതിന് അനുകൂലമാകും എന്നതാണോ താങ്കളുടെ നിരീക്ഷണം? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ CBI അന്വേഷണം എന്ന ആവശ്യവുമായി BJPയുടെ നേതാക്കൾ തന്നെ എത്തുന്നു. അങ്ങനെ നിയമ പോരാട്ടത്തിന് കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം സാധ്യമാക്കുന്ന തരത്തിൽ ഒരിടപെടൽ നടത്തിക്കൊണ്ട് മറുഭാഗത്ത് വിജയുമായി സഖ്യ സാധ്യതകൾ സംസാരിക്കുകയാണ് BJP. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ പുലർത്താത്ത ഒരേ രാഷ്ട്രീയ പാർട്ടി BJPയാണ്. BJP ആദ്യമായിട്ട് സഖ്യം കൂടും. BJP സുഖറാം എന്നുള്ള ഇന്ത്യയിലെ അഴിമതിക്കപ്പെട്ട 2 പേരാണ്. അതിലൊന്നാമതാണ് സുഖറാം ഇന്ത്യയിൽ. സുഖറാമുകാരനാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. BPL തുടങ്ങാൻ സമയത്ത് രാജീവിനോട് പോയി
പിന്നെ കോയ ചോദിച്ചു, രാജീവ് ഒന്നും തരില്ല. അതൊക്കെ രാജീവിനെ പൊളിറ്റിക്സ് തിരിച്ചുവിട്ട സംഭവം അത്. ആ സുഖമായിട്ട് അവർ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്ന രീതിയിൽ പൊതുവെ സംസാരിക്കുന്ന പ്രാദേശിക ഐഡന്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ DMK അണ്ണാദുരൈയുടെ അല്ലെ പെരിയോറിന്റെ സ്വാധീനത്തുള്ള DMK, അങ്ങനെയാണല്ലോ ഈ ഉത്തരേന്ത്യക്കാർ അംഗീകരിക്കാൻ തട്ടിക്കുന്നത്. അവരുമായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ ആസാം ഗണപരിഷത്തിൽ ഒരു സഖ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിഖ് തീവ്രവാദം ഉയർത്തിപ്പിടിച്ച മറ്റേ അകാലികളായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാശ്മീർ സെപ്പറേറ്റിസ്റ്റ് സഖ്യം ഉണ്ടായി. അവരെ സംബന്ധിച്ച് അവരെ കാര്യമാണ്. ഈ സഖ്യമൊക്കെ ഉണ്ടാക്കും അവരുടെ കാര്യം. ഇവിടെ ഇപ്പം പലരും പറയുന്നുണ്ടല്ലോ, RSSന്റെ പ്ലാനല്ല BJPയുടെ പ്ലാനൊക്കെ പറഞ്ഞാല് 100 വർഷത്തെ പ്ലാനാണ്. അതിന്റെ ഇടയ്ക്ക് ചെറിയ സഖ്യം ഉണ്ടാക്കുന്നത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരെ കെയർ ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ അവരെ സമയം വിജയുമായിട്ടും അവരൊരു സഖ്യത്തിനൊക്കെ ശ്രമിക്കും. പക്ഷെ വിജയുടെ ഒരു പ്രശ്നം വല്ലാത്ത പ്രശ്നമാണ്. വിജയെ സംബന്ധിച്ച് വിജയ് ഏറ്റവും ഒന്നാമത് ഒരു നിയോ ദ്രവീഡിയൻ മൂവ്മെന്റ് ആണ് വിജയ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. ദ്രവീഡിയൻ മൂവ്മെന്റ് ബേസിക്കലി ഒരു എന്താ പറയാ നെപ്പോട്ടിസമായി മാറും. നമ്മൾ സിനിമയിലല്ല നെപ്പോട്ടിസം, രാഷ്ട്രീയത്തിലാണ് നെപ്പോട്ടിസം ഏറ്റവും കൂടുതൽ. സിനിമയിൽ നെപ്പോട്ടിസം കൊണ്ട് വന്നാലും കഴിവില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകും. നമ്മൾ തന്നെ പലരും നസീസാനോ ഷാനവാസരോട് രക്ഷപ്പെട്ടിട്ടില്ല, കഴിവുള്ളവർ രക്ഷപ്പെട്ടു. രാഷ്ട്രീയത്തിലല്ല, നിങ്ങൾ കഴിവില്ലെങ്കിൽ നെപ്പോട്ടിസത്തിന് സീറ്റൊക്കെ മേടിച്ചെടുത്ത് തിരുത്താൻ പറ്റും. അപ്പൊ അതിനെതിരെയുള്ള തമിഴ് യുവാക്കളുടെ ഒരു എന്താ പറയുക ഒരു പ്രതിഷേധമുണ്ട്. ഈ അഴിമതിക്കൊക്കെ എതിരെയുള്ള, ഈ നെപ്പോട്ടിസത്തിനെതിരെയുള്ള അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വിജയ് വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനത് ജയലളിത മരിച്ചപ്പോൾ തന്നെ അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രവചിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ വിജയുടെ അപ്പം ഒരു ഭാഗത്ത് ദ്രവിഡിയൻ മൂവ്മെന്റ് ശക്തമായി തന്നെ നിൽക്കുന്നു, അത് ഒരു പാർട്ടി വീക്കം ചെയ്തെങ്കിൽ പിന്നെ DMK ശക്തമായി നിൽക്കുന്നു. അപ്പുറത്ത് BJP ഒരേ സമയം എമേർജ് ചെയ്യുന്ന ഒരു പ്ലെയർ എന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നത് BJPയുമായിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു പലപ്പോഴും വിജയുടെ പ്രസ്ഥാനങ്ങളെ കണ്ട ഒരേ തീവ്രതയോടാണ് BJPയെയും അതേപോലെ ഇതിനെ എതിർത്തത്, DMKനെ എതിർത്തത്. അപ്പൊ അങ്ങനത്തെ BJPയുമായി സഖ്യം കൂടുമ്പോൾ വിജയുടെ ഒരു ഇൻഡിപെൻഡൻസ് ഒരുപക്ഷെ വിജയ്ക്ക് നഷ്ടപ്പെടും. വിജയ് ഭയങ്കരമായിട്ട് ഡെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം. അതിന് വിജയ് അത്ര സമ്മതിക്കും എന്നുള്ളത്. വിശ്വസിക്കുന്ന വിജയ് ഒറ്റയ്ക്കൊരു ഫോഴ്സ് ആണെന്ന്. വിജയുടെ പിന്നെ പല ഫോഴ്സസും ഉണ്ട്. ആ ഫോഴ്സസ് പലതും BJPയുമായിട്ടങ്ങ് യോജിച്ചു പോകുന്നവരല്ല. പക്ഷെ BJPക്കാർക്ക് അത് പ്രശ്നമായിരിക്കില്ല. എന്നാൽ ആ വിജയുടെ പിന്നിലുള്ള ഫോഴ്സസിന് അതൊരു പക്ഷേ പ്രോബ്ലം ആയിരിക്കാം. അതുകൊണ്ട് വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നിരുന്നുവെങ്കിൽ, ഈ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ വിജയ് ഒരു പക്ഷേ വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്സ് ഒക്കെ മുന്നോട്ട് വെക്കാൻ വിജയ്ക്ക് പറ്റിയായിരുന്നു. ഇനിയിപ്പോ വിജയ് മുന്നോട്ട് വന്നാൽ മുന്നോട്ട് വരില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ വിജയ് പിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ് വളരെ വളരെ ശക്തമാണ്. അപ്പം അങ്ങനെ വന്നാൽ പോലും ഈ രീതിയിലുള്ള ബന്ധത്തിലേക്ക് പോയ വിജയ്ക്ക് എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം കിടക്കുന്നുണ്ട്. ശ്രീ ചന്ദ്രകാന്ത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ വിജയ് ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നതിലാണല്ലോ വലിയ വിമർശനം വ്യക്തിപരമായി വിജയ്ക്ക് നേരിടേണ്ടി വന്നത്. അതിനപ്പുറം ഒരു ഒറ്റയാൾ പാർട്ടിയായി മാത്രം TVK നിലനിൽക്കുന്നു എന്നത് ഇതുവരെ നഗരകേന്ദ്രങ്ങളിൽ നടത്തിയ ഈ ആൾക്കൂട്ട ബഹളങ്ങളല്ലാണ്ട് നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല വിജയ്. ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഏറ്റെടുക്കുകയോ അതിന് പരിഹാര നിർദ്ദേശമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മൂവ്മെൻറ്റോ ഉണ്ടായിട്ടില്ല. സിനിമാ ഡയലോഗും PR വർക്കുകൾ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലെ താരസാന്നിധ്യവും എന്നതിനപ്പുറം എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് വലിയ പതിറ്റാണ്ടുകൾ ആലോചിച്ച് ഉറപ്പിച്ചുള്ള രാഷ്ട്രീയ പ്രവേശനത്തിൽ വിജയ്ക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്? അതിലൊരു മാറ്റം ഇനി ഉണ്ടാകുമോ? ഇതൊരു പാഠമാകുമോ വിജയ്ക്ക്? രണഗതിലെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ മാനസിക നില തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ രസികൻ ഒരു തമിഴിൽ പറഞ്ഞ രസികനാണ്, ഒരു ഫാനിൻ്റെ എന്താണ് അയാളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ വിജയെ കാണുക, അയാൾക്കൊന്ന് കൈ കൊടുക്കുക, അതൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 6 മണിക്കൂറും 7 മണിക്കൂറും അവിടെ വന്ന് ആൾക്കാർ കാത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നമ്മൾ അങ്ങോട്ട് രജനീകാന്ത് തമിഴ്നാട്ടുകാർക്ക് എന്ത് വലിയ വികാരമായിരുന്നു. രജനിയുടെ രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ക്ലച്ച് പിടിക്കാതെ പോയത്? രജനി പാർട്ടി ഉണ്ടാക്കണ്ടേ? രജനി പാർട്ടിയിലേക്ക് വരണം. അതായത് രജനിയുടെ രാഷ്ട്രീയ പരീക്ഷണം എന്തുകൊണ്ടാണ്? അത് ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പോൾ രജനി അല്ല കമലഹാസൻ ഇറങ്ങി, പക്ഷേ ആ സമയത്തിൻ്റെ അല്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് വരുന്നത്? അങ്ങോട്ട് പിരിവ് കൊടുത്തിട്ടാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്ക് പോകുന്നത്. പക്ഷേ നമ്മളൊരു ഫാൻ്റെ എങ്ങനെയാണ്? ഫാൻ അവൻ പോയിട്ട് സിനിമ കണ്ടിട്ട് അത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് അതിൽ ആ രസികർ മன்றത്തിലോ അല്ലെങ്കിൽ ആ ഫാൻസ് ക്ലബ്ബിലോ ഒക്കെ അംഗമാകുന്നത്. ഈ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഈ സിനിമകൾ എന്ത് തരത്തിലുള്ള സൊല്യൂഷനാണ് കൊടുക്കുന്നത്? ഒരു സൊല്യൂഷനും കൊടുക്കണമെന്നില്ല. പക്ഷേ ഒരു വലിയ മൂവ്മെൻറ്റ് പോലെ നമുക്ക് തോന്നുകയാണ്. ഇപ്പം 2.5 മണിക്കൂറോ 3 മണിക്കൂറോ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇയാൾ മറ്റേയാളെ അടിച്ചിടണം അല്ലെങ്കിൽ ഇയാൾ വിജയിക്കണം എന്നൊക്കെയുള്ള സംഭവമുണ്ട്. അത് ആ ഒരു ഫാൻ എന്നുള്ള അൾട്ടിമേറ്റ് ഫാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അധികാരത്തിൽ വരുന്നതുകൊണ്ട് റിയലായിട്ട് നമുക്ക് തോന്നണം. ആ അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരെ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാതെ പോകുന്നു.
അപ്പം അതിനെ നമുക്ക് ഇപ്പം രാഷ്ട്രീയത്തിൽ പോലും ഇപ്പം നമുക്കറിയാം, പിന്നെ ആം ആദ്മി പാർട്ടി ഉദാഹരണമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവരുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് ഭരണത്തിൽ നിൽക്കാൻ പറ്റുന്നത്? അത് കൃത്യമായ ഈ പറയുന്ന പോലെ നമ്മൾ BJP യോ RSS പോലെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത പാർട്ടികൾക്ക് മാത്രമാണ് അങ്ങനെ പോകാൻ പറ്റുന്നത്. അതുവരെ ഒരു ഇതുപോലത്തെ ഒരു പാർട്ടിയായിട്ട്, രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്ന് വളരെ കുറച്ച് നാളായുള്ള ഒരു പാർട്ടിക്ക് അത് അധികം സാധ്യമല്ല. പക്ഷേ ഇതിനപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് നോക്കണം. വിജയ്ക്കെതിരായിട്ട് നിൽക്കുന്ന DMK എന്ന് പറയുന്ന പാർട്ടിയും ഏതാണ്ട് അരനൂറ്റാണ്ടിൽ അപ്പുറമായിട്ട് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന പിന്നെ സ്റ്റാലിൻ അതുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപരമായ മൂവ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഫ്രീ ബീസിൻ്റെ കാര്യത്തിൽ പിന്നെ കൊടുത്തു തുടങ്ങി. ഇതെല്ലാം ആൾക്കാരെ സ്വാധീനിക്കും. അൾട്ടിമേറ്റ്ലി ഈ സ്ക്രീൻ ഇമേജ് ഇപ്പം തന്നെ വിജയുടെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ വർക്ക്സൊക്കെ ഏതാണ്ട് സ്ലോയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ വികാരം അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ എല്ലാ ചെറിയ കാര്യങ്ങളെ പോലും നോക്കിപ്പോകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മൂവ്മെൻറ്റ്സ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളും. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, നേരത്തെ ഉണ്ടായിരുന്നേക്കാളും കൂടുതലൊരു വേഗത തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇലക്ഷനിലേക്ക് അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ